നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ചോക്ലേറ്റ് ബബിൾ കേക്ക് റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ നമ്മുടെ ഈ ചോക്ലേറ്റ് ബബിൾ കേക്ക്. മൗൾഡ് ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ട ചോക്ലേറ്റ് കേക്ക് നമുക്ക് ആദ്യം തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഒരു അരിപ്പ വെച്ച ശേഷം അതിലേക്ക് 1/2 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ള് ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്, ഇത്ര ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 മുട്ട എടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 തവണ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ച ഫ്ലോർ മിക്സ് ഇട്ട് കൊടുക്കാം. 2-3 ബാച്ച് ആക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഈ മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ബാക്കിയുള്ളത് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള 8 ഇഞ്ചിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഗ്രീസ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അത് പോയിട്ട് കാണാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് 5 to 10 മിനിറ്റ് വരെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച ശേഷം ലോ ഫ്ലെയിമിൽ 30 to 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ടൈം ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് കുത്തി നോക്കാം. നല്ല ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് വാങ്ങാം. ചൂടോടെ തന്നെ കേക്ക് ടിന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മതി, മിക്സിയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കേക്ക് ഒന്ന് ചെറിയ പീസസ് ആക്കിയ ശേഷം ഒരുമിച്ച് പൊടിച്ചെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഡാർക്ക് ചോക്ലേറ്റും മിൽക്കും ചേർത്തിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഗനാഷാണ്. ഇത് ആവശ്യത്തിന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ആവശ്യത്തിന് ഗനാഷ് ചേർക്കുക, ഓവറായിട്ട് ചേർക്കരുത്, ഒട്ടും ചേർക്കാതിരിക്കും ചെയ്യരുത്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇത് നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പം നമ്മുടെ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഒരേ സൈസിലുള്ള ബോൾസ് അല്ല കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതേപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മളിവിടെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ടൊരു പ്ലാസ്റ്റിക് കവർ ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് വലിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ടാപ്പ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെയാണ് ചെയ്യേണ്ടത്. ഈ പാത്രം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു കംഫർട്ടിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷാണ് എടുത്തിട്ടുള്ളത്. മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കാം. ഈ ഗനാഷിൽ നമ്മൾ പാലോ വിപ്പിംഗ് ക്രീമോ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ചോക്ലേറ്റ് മാത്രം ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് സെറ്റാക്കി എടുക്കാനുള്ളതായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നമ്മളിവിടെ ഈ ഒരു സൈസിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും ചോക്ലേറ്റ് ഗനാഷ് നന്നായിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബോൾസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇതേപോലെ എല്ലാം വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബോൾസ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കണം. ഇതേപോലെ മുകളിലെല്ലാം നന്നായിട്ട് ഒഴിച്ച് കൊടുക്കാം. ഇത് കുറച്ച് തിക്കാണ്, അതുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം, ഇതൊന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഒരു 5 to 10 മിനിറ്റ് വരെ വെച്ചാൽ മതിയാവും. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമ്മൾ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കവറിൽ നിന്ന് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ആദ്യം കട്ട് ചെയ്ത് കൊടുത്തിട്ട് പതുക്കെ എടുക്കാം. ഇത് കവറിൽ നിന്ന് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ചോക്ലേറ്റ് എല്ലാം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ചോക്ലേറ്റ് ബബിൾ കേക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മൗൾഡൊന്നും വേണ്ട, ഇതേപോലെ നല്ല ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. കേക്കിൻ്റെയും ചോക്ലേറ്റിൻ്റെ ഒക്കെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കഴിക്കുമ്പോൾ കിട്ടുന്നത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ.